രക്ഷാദൗത്യം നമ്മൾ പറഞ്ഞ ഘട്ടത്തിലേക്ക്, അതായത് വീണ്ടും ഈ ക്യാമറയിൽ കണ്ടത് ജോയിയുടെ ശരീരഭാഗങ്ങളാണോ അല്ലെങ്കിൽ ശരീരമാണോ എന്ന കാര്യത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആ ദൗത്യത്തിലേക്ക് കടന്നിട്ടില്ല. കാരണം അതിന് കൂടുതൽ സജ്ജീകരണങ്ങൾ വേണം. ആ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം ജിബിന് വിശദീകരിക്കാൻ സാധിക്കും. ജിബിൻ, എന്താണ് അവർ പറയുന്നത്? അതായത് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ അവർ അകത്തേക്ക് കയറി പരിശോധന ഈ ക്യാമറയിൽ ഈ ക്യാമറയുടെ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി തിരിച്ചു വന്ന ശേഷം നമ്മോട് പങ്കുവയ്ക്കുന്നത് അതാണ് എന്ന കാര്യത്തിലല്ല. പക്ഷേ അനൗദ്യോഗികമായി അത്തരത്തിൽ അത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന വിലയിരുത്തലാണ് വരുന്നത്. അപ്പോൾ ഇനി ഏത് തരത്തിലായിരിക്കാം NDRFന്റെ ഈ അടുത്ത രക്ഷാദൗത്യം? NDRF നിലവിൽ നമ്മോട്, അതായത് ഈ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് പരിശോധന നടത്തിയ സംഘം നമ്മോട് ഏറ്റവും ഒടുവിലായി പറഞ്ഞ വിവരം പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റോബോട്ട്, ജെൻ റോബോട്ടിക്സിന്റെ റോബോട്ട് ഈ തുരങ്കത്തിന് ഉള്ളിലേക്ക് നടത്തിയ പരിശോധനയിൽ 10 മീറ്റർ ഉള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു മനുഷ്യ ശരീരം എന്ന് സംശയിക്കുന്ന ഒരു ഭാഗം ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഈ ഒരു ക്യാമറയിൽ അത് മനുഷ്യ ശരീരമാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കൂബ ഡൈവിങ്ങിന്റെ 2 അംഗ സംഘം ഈ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അത്തരത്തിലൊരു പരിശോധന നടത്തിയത്. പക്ഷേ ഇവർ ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ്, അതായത് ഇന്നലെ 30 മീറ്റർ ഉള്ളിലേക്ക് വരെ ഈ സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധന നടത്തിയിരുന്നെങ്കിൽ പോലും ഇവർക്ക് ഈ മലിനജലം ഒഴുകുന്ന ഭാഗത്തേക്ക് മാത്രമാണ് പരിശോധന നടത്താൻ സാധിച്ചിരുന്നത്. ഈ മലിനജലത്തിന്റെ മുകളിലേക്ക് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്കൊന്നും തന്നെ ഇന്നലത്തെ സ്കൂബ ഡൈവിംഗ് സംഘത്തിനോ അല്ല എങ്കിൽ ഇന്ന് ഇത് ശരീരാവശിഷ്ടമാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഇതിനുള്ളിലേക്ക് പ്രവേശിച്ച സ്കൂബ ഡൈവിംഗ് സംഘത്തിനോ അത്തരത്തിലൊരു പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമറയിൽ കണ്ടത് എന്ത് വസ്തുവാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇവർക്കൊന്നും തന്നെ യാതൊരുവിധ ഉറപ്പും ഇതുവരെയും നൽകാൻ സാധിക്കാത്തത്. എന്തായാലും ഇപ്പോൾ മറ്റൊരു സംഘം കൂടി ഇതിനുള്ളിലേക്ക് ഈ കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഇവർ കൂടി ഈ ഒരു അടുത്തൊരു സംഘം കൂടി NDRFന്റെയും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം കൂടി ഇതിനുള്ളിലേക്ക് ഉടൻ തന്നെ പ്രവേശിക്കും. ഇവർ പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ ഒരു ക്യാമറയിൽ, ജെൻ റോബോട്ടിക്സിന്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളൊന്നും കൂടി പരിശോധിക്കും. അതായത് എത്ര മീറ്റർ ഉള്ളിലേക്കാണ് ഈ ഒരു അവശിഷ്ടം കണ്ടെത്തിയത് എന്നുള്ള കാര്യം പരിശോധിക്കും. അതുമാത്രമല്ല ഏത് സാഹചര്യത്തിലാണ്, ഈ മലിനജലത്തിലാണോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും മുകളിലത്തെ ലെയറിലായി ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്കിടയിലാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാകും രണ്ടാമത്തെ സംഘം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുക. അവർ കൂടി പ്രവേശിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത് മനുഷ്യ അവശിഷ്ടമാണോ അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പോയ സ്കൂബ ഡൈവിംഗ് അവശിഷ്ടങ്ങൾ മനുഷ്യ ശരീരമാണോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നുള്ള ഒരു കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുള്ളൂ. ഇതിനുശേഷം ഇവർക്ക് കൂടി ഇതിനുള്ളിലേക്ക് പോകുന്ന ടീമിന് കൂടി, രണ്ടാമത്തെ സംഘത്തിന് കൂടി കൃത്യമായി വിവരങ്ങൾ ലഭിച്ചില്ല എങ്കിൽ മാത്രമാണ് നേരത്തെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ നമുക്ക് നൽകിയ വിവരം അനുസരിച്ച് മൂന്നാമത്തെ, അതായത് ഏറ്റവും ഒടുവിലത്തെ അവരുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ കൂടി പ്രവേശിക്കുന്ന ജലം പൂർണ്ണമായി 5ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്ത് തടഞ്ഞുകൊണ്ട്, അതായത് ഈ ആമിഴഞ്ചൻ തോടിന്റെ ഭാഗത്തു നിന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപം തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്ന മലിനജലവും മാലിന്യങ്ങളും ഒക്കെ തന്നെ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമാണ് വീണ്ടും തുരങ്കത്തിൽ നിന്ന് ഈ ആമിഴഞ്ചൻ തോട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപം എന്തെങ്കിലും തടയണ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒഴുകുന്ന ഈ ഒരു മാലിന്യ വെള്ളം അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇതിനുള്ളിൽ തന്നെ പൂർണ്ണമായി ജലം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവർ അതിനുശേഷം ക്രമീകരിക്കുക. ഇതിനുശേഷമായിരിക്കും വലിയ രീതിയിലുള്ള, അതായത് NDRFന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഈ ജലം ഇതിന് ഉള്ളിൽ പൂർണ്ണമായി നിറഞ്ഞതിന് ശേഷമായിരിക്കും അവർ മറ്റു സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജോയിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പരീക്ഷണങ്ങൾ എന്തായാലും നടത്താനുള്ള ആ ഒരു അവസരം ഉണ്ടാവുക. ജോയ് ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണുള്ളത് അദ്ദേഹത്തിന്റെ നമ്മൾ പറയൂ പ്രശാന്ത് പറയൂ. അക്ഷയ്, ഇതിൽ ഇപ്പോൾ ജിബിൻ പറഞ്ഞതുപോലെയുള്ള നടപടിക്രമങ്ങളാണ് ഇനി വേണ്ടത്. അതായത് ഇപ്പോൾ ഈ സംഘം തിരിച്ചു കയറിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നേവിയുടെ ഒരു സംഘത്തിനെ ഇവിടേക്ക് രക്ഷാദൗത്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്നതാണ്. കാരണം അകത്തേക്ക് കയറിയുള്ള ഈ ദൗത്യം വളരെ ദുഷ്കരം തന്നെയാണ്. ഇപ്പോഴും ഈ റോബോട്ടിൻ്റെ ക്യാമറകൾ പകർത്തിയത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഇമേജ് തന്നെയാണ് എന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ ഇപ്പോഴും സ്ഥിരീകരിച്ചില്ല. കാരണം ഒരു ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന വളരെ ഔദ്യോഗികമായ നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. അത് കൃത്യവുമാണ്. കാരണം ഒരു രക്ഷാസംഘം നേരിൽ പോയി അതൊരു മനുഷ്യൻ്റെ ശരീരമാണോ എന്ന കാര്യമെല്ലാം ഉറപ്പുവരുത്താതെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിപ്പെട്ട് അവരവിടെ എത്തി അത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന അന്ന് ക്യാമറയിൽ കാണപ്പെട്ടത് അത് ജോയി ആണോ അല്ലെങ്കിൽ അവര് സംശയം പറഞ്ഞോളൂ, ഇത് ഉറപ്പ് പറഞ്ഞില്ല, സംശയം പറഞ്ഞു. ഞങ്ങളവിടെ സെർച്ച് കണ്ടിന്യൂ ചെയ്തപ്പോഴേ അങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞത്. ബാക്കി അവിടെ തന്നെ പഴയ പോലെ തന്നെ മാൻഹോൾ 5th പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇറങ്ങി അവിടെ ആയിരിക്കും. ഒന്ന് അതിന്റെ സാധ്യതകൾ നോക്കിയിട്ട് ചെയ്യും. എത്തി
നടത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത്. അവർ പറഞ്ഞത് അതൊരു സംശയം മാത്രമാണെന്നാണ് പറഞ്ഞത്, അതിൽ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പറയുന്നത്. അതായത് പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ NDRF ഉദ്യോഗസ്ഥർ അവരുടെ മുൻ അനുഭവത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് അതാണെന്ന് ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിനോ ഇനി തിരിച്ച് വീണ്ടും പഴയ പോലെ അവിടത്തേക്ക് പോകാനുള്ള ശ്രമം ഇല്ല. ഇത് സെർച്ചിങ് തന്നെയാണ്. ഈ ക്യാമറയിലേക്ക് എന്തോ ഒരു സാധനം ഇട്ടിട്ടാന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. വേസ്റ്റ് തന്നെയാണ് ഫുള്ള്. ചില സ്ഥലങ്ങൾ പറ്റുന്നില്ല, അത്രയും വേസ്റ്റ്. അവിടെ ചെയ്തോണ്ടിരുന്നപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്. അവിടെ തന്നെ തുടങ്ങണം, കാരണം നമുക്ക് ഇവിടെ ഇല്ലെന്നുള്ള ഉറപ്പായോണ്ടേ അങ്ങോട്ട് മാറി ചെയ്യാൻ. ഇപ്പോഴോ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ ഇതുപോലെ ചിലപ്പം 5 മീറ്റർ പോകുമ്പോൾ അവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോൾ 40 മീറ്റർ പോകാൻ പറ്റും. അതവസ്ഥ.